സ്വന്തം മിഥില മിസ് ആണ്. മക്കളെ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നാൽ എൻ്റെ എല്ലാ മക്കൾക്കും ഡൗട്ട് വരുന്ന ഒരു ടോപ്പിക് ഉണ്ട്. എന്താണ് ആ ടോപ്പിക് എന്ന് പറയുന്നത്? യെസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ബോർ മോഡൽ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ സോളാണ്, ആത്മാവാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോർ മോഡൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാ കൺഫ്യൂഷൻസും ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാം മാറിക്കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ മിസ്സിന് വേഗം തന്നെ ഒരു ഹൈഫൈ തന്നെ. യെസ് മക്കളെ, നമ്മുടെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആറ്റത്തിനുള്ളിൽ ആരൊക്കെയാണ് ഉള്ളത്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഈ ഇലക്ട്രോൺസ് എവിടെയാണ് ഇരിക്കുന്നത്? ബോർ മോഡൽ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇതേപോലെയുള്ള ഷെൽ അഥവാ ഓർബിറ്റുകൾക്കുള്ളിലാണ് നമ്മുടെ ഓരോ ഇലക്ട്രോൺസും ഇരിക്കുന്നത് അല്ലേ. അപ്പം ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് നമ്മുടെ ഷെല്ലുകൾക്കുള്ളിൽ ഇരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മക്കളെ, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കേ, നമ്മൾ ബോർ മോഡൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ന്യൂക്ലിയസിന് പുറത്തുള്ള ഓരോ ഷെല്ലുകൾക്കും ഓരോ പേരിട്ട് കൊടുക്കാം അല്ലേ. ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ കെ ഷെൽ എന്നാ വിളിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെൽ എന്ന് വിളിക്കും, മൂന്നാമത്തെ ഷെല്ലിനെ എം ഷെൽ എന്ന് വിളിക്കും, നാലാമത്തെ ഷെല്ലിനെ നമുക്ക് എൻ ഷെൽ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ 1, 2, 3, 4 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഇതാണ് ഓരോ ഷെല്ലുകളുടെയും പേര് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വീതം ഇരിക്കും എന്ന് പഠിക്കണ്ടേ മക്കളെ? നമ്മുടെ ഒന്നാമത്തെ ഷെല്ല് അതായത് കെ ഷെല്ല് എടുത്താൽ 2 ഇലക്ട്രോൺസ് ആണ് കയറുക. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസിന് വരെ നമുക്ക് ഇരുത്താം. മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺസിന് വരെ ഇരുത്താം. നാലാമത്തെ ഷെല്ലിലോ 32 ഇലക്ട്രോൺസിന് വരെ നമുക്ക് ഇരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ ആദ്യം എങ്ങോട്ടേക്കാണ് പോവുക? ഏറ്റവും എനർജി കുറവുള്ള ഒന്നാമത്തെ ഷെല്ലിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോവുക അല്ലേ. അപ്പം എൻ്റെ കയ്യിലുള്ള 10 ഇലക്ട്രോൺസിനെ മേടിക്കാൻ നമ്മുടെ കെ ഷെല്ലിന് പറ്റുമോ മക്കളെ? പറ്റുമോ? കെ ഷെല്ല് പറയും മെതാ, എന്നെ എത്ര പറഞ്ഞാലും എനിക്ക് മേടിക്കാൻ പറ്റില്ല അല്ലേ. ഇനി ഞാൻ 1 കിലോ സ്വർണം തരാമെന്ന് പറഞ്ഞാൽ ശരി, നമ്മുടെ ഷെല്ലിന് അത് മേടിക്കാൻ പറ്റില്ല. കാരണം ഷെല്ലിന് 2 ഇലക്ട്രോൺസിന് ഇരുത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോയാൽ 8 ഇലക്ട്രോൺസിനെ മേടിക്കും. 3 ആണെങ്കിൽ 18, 4 ആണെങ്കിൽ 32. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കേട്ടോ, ഇപ്പം ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ എത്ര ഷെല്ല് വേണമെങ്കിലും പോസിബിൾ ആണ് അല്ലേ. അപ്പം ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുമോ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ മക്കളെ. ഓരോ ഷെല്ലിലും പരമാവധി എത്ര ഇലക്ട്രോൺസിനെ ഇരുത്താൻ സാധിക്കും? ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ. ഓക്കെ, ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ പരമാവധി ഇരുത്താമെന്ന് ഒരു അടിപൊളി ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഇക്വേഷനാണ് മക്കളെ 2n² എന്ന് പറയുന്നത്. എന്താണ് ഇക്വേഷൻ? 2 × n² ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ നമ്പറാണ്. അതായത് നമ്മൾ ഒന്നാമത്തെ ഷെല്ലിനെയാണോ, 2നെയാണോ, 3നെയാണോ, 4നെയാണോ, 10നെയാണോ, 15നെയാണോ പറയുന്നത്, അതാണ് n എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം, അപ്പം എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആവും. ഇപ്പം നിങ്ങളോട് പറയാണ് 6ാമത്തെ ഷെല്ല് 6th ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ 2 × n² എന്ന ഇക്വേഷൻ ഉപയോഗിക്കും. 2 ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണെന്നാ മിസ് പറഞ്ഞത്? ഷെല്ലിൻ്റെ നമ്പറാണ്. 6th ഷെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ എത്രാമത്തെ ഷെല്ലാണ്. ഇവിടെ 6th ഷെൽ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പം n-ൻ്റെ വാല്യൂ ഇവിടെ 6 ആയിരിക്കും അല്ലേ. അപ്പം 2 × 6² അതായത് 2 × 36 എത്ര കിട്ടും? 72 എന്ന് നമുക്ക് കിട്ടും. സെറ്റല്ലേ? ഇനി നമ്മൾ നേരത്തെ കണ്ട 4ാമത്തെ ഷെല്ല് അല്ലേ, 4ാമത്തെ ഷെല്ലിൽ 32 തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 4th ഷെല്ലാണ് അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താ? 2 × n² ആണ്. അപ്പോൾ 2 ×
4 സ്ക്വയർ എന്ന് വരും. മക്കളെ 4ന്റെ സ്ക്വയർ എത്ര എൻ്റെ കുട്ടികൾ പറഞ്ഞു? 16 അപ്പൊ 2 × 16 32 എന്ന് കിട്ടി. അപ്പൊ ഈ 2n സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എൻ്റെ എല്ലാ മക്കളും പഠിക്കണം. ഓരോ ഷെല്ലിലും പരമാവധി എത്ര ഇലക്ട്രോൺസിന് ഇരുത്താം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഇക്വേഷൻ ആണ് 2n സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ ഇരുത്താം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി സോഡിയം എന്ന് പറഞ്ഞാൽ ആരാ? സോഡിയം ആണ് കേട്ടോ. അറ്റോമിക് നമ്പർ 11 മാസ് നമ്പർ 23 നമ്മുടെ സോഡിയം കുട്ടന്. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പോവാണ്. അപ്പൊ എൻ്റെ മക്കൾ ഈസി ആയിട്ട് തുടക്കം പഠിക്കുമ്പോൾ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിയോ? ആദ്യം നമ്മൾ ഷെല്ല് ഓരോന്നും എഴുതി വെക്കുകയാണേ. കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ല് വരെ മതിയാവും. ഓക്കെ, ശരി. ഇനി നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല, ക്വസ്റ്റ്യനിലും തരില്ല. പകരം എന്തുണ്ട്? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ഉണ്ട് അല്ലേ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാടാ മക്കളെ? സോഡിയത്തിന്റെ Z അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാറ്റത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 11 പ്രോട്ടോൺസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റം എടുത്താൽ അതിനുള്ളിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ് അല്ലേ? 11 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അവിടെ 11 ഇലക്ട്രോണും ഉണ്ടാവും. സോ അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണം കിട്ടും, പ്രോട്ടോണുകളുടെ എണ്ണം കിട്ടിയാൽ നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. സെറ്റിമസ് ആയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ? 11 ഇലക്ട്രോൺസ്. ഈ 11 ഇലക്ട്രോൺസിനെയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഓരോ ഷെല്ലിന്റെ അടുത്തേക്ക് പോകാനായിട്ട് പോവാ. ഓക്കെ, ആദ്യം നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലിന്റെ അടുത്തേക്കാണ്. അപ്പൊ കെ ഷെല്ലിൽ എത്ര? നമ്മുടെ കയ്യിൽ 11 ഉണ്ട്. ഈ 11 കേക്ക് മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. കെ എത്ര ഇലക്ട്രോൺസിനെ മേടിക്കും? 2 ഇലക്ട്രോൺസിനെ നമ്മുടെ കേക്കുട്ടൻ മേടിക്കും അല്ലേ? ശരി. ഇനി അത് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല അല്ലേ? 11ൽ 9 ഇലക്ട്രോൺസിന് മിച്ചമുണ്ട്. 2 എണ്ണം കേക്ക് കൊടുത്തു, ഇനി 9 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. ഈ 9 ഇലക്ട്രോൺസുമായിട്ട് നമ്മൾ എൽ ഷെല്ലിലേക്ക് പോകാൻ പോവാണ് അല്ലേ? രണ്ടാമത്തെ ഷെല്ല്. അപ്പൊ ഈ 9 ഇലക്ട്രോൺസിനെ മേടിക്കാൻ നമ്മുടെ രണ്ടാമത്തെ ഷെല്ലിന് പറ്റുമോ മക്കളെ? പറ്റില്ല അല്ലേ? പറ്റില്ല. നോ 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 പറ്റില്ല അല്ലേ? അപ്പൊ നമ്മുടെ എൽ ഷെൽ എത്രയാ മേടിക്കാം? 8 ഇലക്ട്രോൺസിനെ മേടിക്കും അല്ലെ? 9ൽ 8 ഇലക്ട്രോൺസിനെ മേടിക്കും. ഇപ്പൊ നോക്കിക്കേ, 2, 8 10 ഇലക്ട്രോൺസ് കഴിഞ്ഞു. ഇനി 1 ഇലക്ട്രോൺ മിച്ചമുണ്ട്. ഈ ലാസ്റ്റ് 1 ഇലക്ട്രോൺ അപ്പൊ എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകും അല്ലേ? മൂന്നാമത്തെ ഷെല്ലിൽ മാക്സിമം നമുക്ക് 18 ഇലക്ട്രോൺസിന് അവർ ഇരുത്താൻ പറ്റും. അപ്പൊ 2, 8, 1 ആയിരിക്കും സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സെറ്റാണോ മക്കളെ? ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇവരുടെ ബോർ മോഡൽ വരയ്ക്കാനാണ്. എന്താണ്? ഇവരുടെ ബോർ മോഡൽ വരയ്ക്കാനായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ ബോർ മോഡൽ വരയ്ക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് വേണം. 1, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. 2, അവൻ്റെ കയ്യിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. 3, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സോഡിയം എടുത്താൽ അറ്റോമിക് നമ്പർ 11, മാസ് നമ്പർ 23. പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാ? അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, 11 ആണ് അല്ലേ? അറ്റോമിക് നമ്പർ തന്നെയാ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് മിസ് പഠിപ്പിച്ചു തന്നത്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലേ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ തലയുടെ മേലെ എഴുതുന്ന നമ്പർ അല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട് 23 ആണ്. മൈനസ് അറ്റോമിക് നമ്പർ എത്രയാ? 11 ആണ്. അപ്പൊ 12 എന്ന് കിട്ടും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചു, 2, 8, 1. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റായി അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആറ്റം ചേട്ടനെ വരയ്ക്കാം. ന്യൂക്ലിയസ് വരച്ചു. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അല്ലേ? അപ്പൊ അവരെ നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. ഇവിടെ നോക്കിക്കേ, 11 പ്രോട്ടോണും ന്യൂക്ലിയസിനുള്ളിൽ എത്രയുള്ളത്? 11 പ്രോട്ടോണും 12 ന്യൂട്രോണും ഉണ്ട്. ഇതാദ്യം തന്നെ ഞാൻ എഴുതി കൊടുത്തു. ഇനി താഴെയായിട്ട് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ? അപ്പം ഞാൻ ഒന്നാമത്തെ ഷെല്ലിൽ ദാ ഇങ്ങനെ 2 റൗണ്ട് വരയ്ക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കേട്ടോ വരയ്ക്കേണ്ടത്, അടുത്തടുത്ത് വരയ്ക്കരുത്. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ? അപ്പം ഞാൻ 8 ഉണ്ട വരയ്ക്കണം. ശരി, 1, 2,
3 4 5 6 7 8. കണ്ടോ മിസ് എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ ഒരേ ഒരു ഇലക്ട്രോണിനേ ഉള്ളൂ. ആ ഒരേ ഒരു ഇലക്ട്രോണിനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതാ ഈസി ആയിട്ട് നമ്മൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോർ മോഡൽ വരച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കോ മക്കളെ, അടുത്ത ആളെന്ന് പറയുന്നത് ആരാണെന്നറിയോ? യെസ്, നമ്മുടെ സ്വന്തം ഓക്സിജൻ ആണ്. അറ്റോമിക് നമ്പർ 8 ആണ്, മാസ് നമ്പർ 16 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോർ മോഡൽ വരയ്ക്കണം. മക്കളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, അറ്റോമിക് നമ്പർ 8 ആണ്, മാസ് നമ്പർ 16 ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരുടെ ഒക്കെ എണ്ണം അങ്ങ് കണ്ടുപിടിക്കാം. അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ, അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ടാവും? ഇവിടെ 8 പ്രോട്ടോൺ ഉണ്ടാവും. 8 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 8 ഇലക്ട്രോൺ. കാരണം പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആണ് അല്ലേ. ഇനി നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കണം. അതിന് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കാം അല്ലേ. A - Z ചെയ്യാം. 16 - 8 8 എന്ന് കിട്ടും. എല്ലാം കിട്ടിക്കഴിഞ്ഞു അല്ലേ. ശരി, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരാളും കൂടെ വേണ്ടേ? ഇവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാ പറഞ്ഞേ? നമ്മുടെ കയ്യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. നമ്മുടെ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല് ഒക്കെ ഇവിടെ ഇരിക്കുക. ഒന്നാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിൽ എത്ര ഇലക്ട്രോൺസിനെ നമ്മൾ കൊടുക്കണം? 2 ഇലക്ട്രോൺസിനെ കൊടുക്കണം. മാക്സിമം 2 പറ്റൂ, കൊടുത്തു. ഇനി മിച്ചമുള്ളത് 6 ഇലക്ട്രോൺസ് ആണല്ലേ. ഈ 6 ഇലക്ട്രോൺസിനെയും കൊണ്ട് ഞാൻ രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകും. മക്കളെ, രണ്ടാമത്തെ ഷെല്ലിന് പരമാവധി എത്ര ഇലക്ട്രോൺസിനെ മേടിക്കാം? എത്ര മേടിക്കാം? വെരി ഗുഡ്, 8 ഇലക്ട്രോൺസിനെ മേടിക്കാം. എൻ്റെ കയ്യിൽ 6 ഉള്ളൂ. ഈ 6നെയും ഒന്നിച്ച് നമ്മുടെ രണ്ടാമത്തെ ഷെല്ല് മേടിക്കും. സോ 2 6 ആയിരിക്കും ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസും പെൻസിലൊക്കെ എടുത്ത് വൃത്തിയായിട്ട് ബോർ മോഡൽ വരയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതാ ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്. 2 ഷെല്ല് പോരെ? യെസ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എഴുതി കൊടുക്കണം അല്ലേ. ഇവിടെ 8 പ്രോട്ടോണും 8 ന്യൂട്രോണും ഉണ്ട്, എഴുതി. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴെ എഴുതാം. 2 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോക്കിക്കോ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലേ. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 ഇലക്ട്രോൺസ്. സെറ്റല്ല മക്കളെ? എത്ര ഈസി ആയിട്ടാണല്ലേ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പഠിച്ചത്. ഇതേപോലെ ഏതൊരാളെ തന്നു കഴിഞ്ഞാലും എൻ്റെ കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് എൻ്റെ കുട്ടികൾക്ക് ടോപ്പിക്ക് ക്ലിയർ ആയി കഴിഞ്ഞെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഇതാ, മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12ഉം മാസ് നമ്പർ 24ഉമാണ്. ഇവരുടെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരുടെ 3 പേരെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ടോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോർ മോഡൽ വരയ്ക്കണം കേട്ടോ. അപ്പോൾ പ്രോട്ടോൺ എത്ര, ന്യൂട്രോൺ എത്ര, ഇലക്ട്രോൺ എത്ര, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്, ഇത്രയും കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബോർ മോഡൽ സ്വന്തമായിട്ട് ബുക്കിൽ വരച്ച് നോക്കണം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. ഇതിലും അടിപൊളിയായിട്ടാണ് നമ്മുടെ നിഞ്ച ഭാഷ നമ്മൾ ഓരോ ക്ലാസ്സസും കൊണ്ടുപോകുന്നത് കേട്ടോ. ഇനി സമയം വൈകിട്ടില്ല, ഓണപരീക്ഷയൊക്കെ അടുക്കാറായിട്ടുണ്ട്. സോ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? വേഗം തന്നെ നിഞ്ച ഭാഷയിൽ ജോയിൻ ചെയ്യുക. സോ ഇതേപോലെ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.